കൂലി കണ്ടു. കൂലി ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ഹൈ മൊമെന്റ്സും ഇല്ലാത്ത ഒരു തണുത്ത ഫസ്റ്റ് ഹാഫ്, അല്പം എൻഗേജിങ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ്. ഇതായിരുന്നു എനിക്ക് മൊത്തത്തിൽ എനിക്ക് കൂലിയിൽ ഫീൽ ചെയ്തത്. പടത്തിന്റെ പ്രധാന പ്രശ്നം സ്ക്രിപ്റ്റ് തന്നെയാണ്. ഭയങ്കര ശോകം ഒരു സ്ക്രിപ്റ്റ്, ഭയങ്കര വീക്കായിട്ടുള്ള സ്ക്രിപ്റ്റ്, ഒരു ഹൈ മൊമെന്റ്സ് ഒന്നുമില്ലാത്തൊരു സ്ക്രിപ്റ്റ്. ലോകേഷ് പറഞ്ഞിരുന്നു ഇന്റർവൽ സീനാണ് പടത്തിന്റെ മെയിൻ ആയിട്ട് വരിക. ഇന്റർവെല്ല ഡയലോഗും ആ ഒരു രംഗങ്ങളും നമുക്ക് സീറ്റിൽ നിന്ന് എണീക്കുന്ന തരത്തിലുള്ള ഒരു റിഷ് നൽകും എന്ന രീതിയിലൊക്കെ ലോകേഷ് പറഞ്ഞിരുന്നു. പക്ഷെ പടത്തിൽ അങ്ങനെ ഒരു സീൻ വന്നു കഴിഞ്ഞപ്പം അത് ഭയങ്കര ശോകം സീനായി പോയത്. നമുക്കൊരു വികാരം തോന്നില്ലായിരുന്നു ആ സ്ക്രിപ്റ്റിൽ. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലും തോന്നിയില്ല ആ ഇന്റർവൽ പോർഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ. പിന്നെയും ഭേദപ്പെട്ട് പടം നമുക്കൊരു പടത്തിലേക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴാണ്. സൗബിൻ, രജന, കാറ്റാമോസ് ഗെയിം അത് നന്നായിട്ട് തന്നെ പടത്തിൽ വന്നു. പക്ഷെ അവസാനത്തോടെ എടുക്കുമ്പം ആ എൻഗേജിങ്ങും പോയി. ഏറ്റവും കോമാളിയായത് അമീർ ഖാനാണ്. പുള്ളിയുടെ ക്യാമിയോ റോൾ ഭയങ്കര ശോകമായിരുന്നു, ഒരു കോമഡി പീസ് പോലെ. പുള്ളിയുടെ ഇൻട്രോയും ആ ഒരു ബിജിഎം ഒക്കെ നല്ലായിരുന്നു. പക്ഷെ ആ ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി കാണിച്ചു കൂടുന്നതെല്ലാം വൻ കോമാളിത്തരം. ശരിക്കും പുള്ളിയുടെ ആവശ്യം പടത്തിൽ ഇല്ല. പുള്ളി ഇല്ലെങ്കിൽ പോലും ആ പടത്തിനെ നല്ല രീതിയിൽ ഒരു എനി കൂടെ നിർത്താമായിരുന്നു. അവിടെയൊക്കെയാണ് ലോകേഷിന് പറ്റിപ്പോയത്. നെൽസൺ ജയിലർ ചെയ്ത കുറെ സംഭവം പോലെ ഒരു ക്ലൈമാക്സ് ഒക്കെയാണ് പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷെ ആ ഒരു ക്ലൈമാക്സ് ഒക്കെ മൊത്തത്തിൽ കൈവിട്ടു പോയി ഇന്നത്. പിന്നെ പടത്തിന്റെ മെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം ഡിഏജിങ് ആണ്. അടിപൊളിയായിട്ട് ഡിഏജിങ് ചെയ്തു. ആ ഫ്ലാഷ് ബാക്ക് പോർഷൻ, രജനീകാന്ത്, സത്യരാജ്, ഉപേന്ദ്ര, അതെല്ലാം ഫ്ലാഷ് ബാക്ക് പോർഷൻ കിടുക്കനായിട്ട് ഡിഏജിങ് ചെയ്തു. രജനീകാന്തിന്റെ ആ ഇന്റർവൽ ഫ്ലാഷ് ബാക്കിൽ ആ ഇതൊക്കെ സ്വാഗൊക്കെ ഭയങ്കര രസമായിരുന്നു. കാരണം ആ ഒരു വോയിസ് മോഡുലേഷനും ആ ഒരു പഴയ രജനീകാന്തിന്റെ ഓറയൊക്കെ ആ ഒരു ഡിഏജിങ് അടിപൊളിയായിട്ട് അവർ കൊണ്ടുവന്നു. അത് സൂപ്പറായിരുന്നു. ഇത് പടത്തിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ട്രാവലോ അല്ലെങ്കിൽ സയൻസ് ഫിക്ഷനോ ഒന്നുമല്ല. അവസാനം വന്നപ്പോൾ ഋഷം പോലെ സത്യരാജന്റെ ക്യാരക്ടർ മരിക്കുന്നു, അവിടേക്ക് രജനി എത്തുന്നു, ഒരു റിവെഞ്ച് ചെയ്യുന്നു, ഒരു നോർമൽ റിവെഞ്ച് സ്റ്റോറി. പക്ഷെ അതിനെ ലോകേഷ് എഴുതി വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഒരു ക്ലീശെ, അല്ലെങ്കിൽ ഒരു ലോകേഷിന്റെ പടങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വീക്കസ്റ്റ് സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത്. എനിക്ക് തോന്നുന്നത് ലോകേഷിന്റെ കഴിഞ്ഞ പടങ്ങളിലെ ഏറ്റവും വീക്കസ്റ്റ് സ്ക്രിപ്റ്റ് ഈ പടം തന്നെ ആയിരിക്കും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ റോളുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സത്യരാജിനും ശ്രുതിഹാസനും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷെ ഉള്ള റോൾ അവർ നന്നായിട്ട് തന്നെ ചെയ്തു. നാഗാർജുന ആണെങ്കിലും നല്ല സ്വാഗായിരുന്നു. വില്ലനായിട്ട് പുള്ളിക്ക് കാര്യമായിട്ടും ചെയ്യാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ക്ലൈമാക്സ് കൊണ്ട് അടുക്കുമ്പോഴൊക്കെ പുള്ളിയുടെ റോൾ പുള്ളി ചെയ്യുന്ന കുറെ സ്വാഗൊക്കെയാണ്, ചെയ്യുന്ന കാര്യങ്ങളെ കുറെ സ്വാഗൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ക്ലൈമാക്സിൽ വന്നു. ഉപേന്ദ്ര ശരിക്കും ജയിലറിലെ നമ്മുടെ ശിവരാജ് കുമാറിന്റെ സെയിം കോപ്പി പേസ്റ്റ്. പുള്ളിക്ക് വരുന്നു, ഒബ്വിയസ്ലി അത് പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സീൻ പുള്ളി വരും എന്നുള്ളത്. ഇതാണ് പറഞ്ഞത്. നമ്മള് ഇതൊക്കെ ജയിലറിൽ കണ്ടപ്പോൾ ഭയങ്കര പുതുമയായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് അത് വരുന്നത്. പിന്നെ നമ്മൾ അങ്ങനെ കുറെ സംഭവം കാണുമ്പോൾ നമുക്കൊരു പുതുമ കിട്ടില്ല. ഇനി അടുത്ത ജയിലർ 2 എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. ഇങ്ങനെ തന്നെയാണെങ്കിൽ അതും ഒരു ഫീൽ കിട്ടാത്തൊരു സംഭവമായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പടത്തിലെ കോമഡി കഥാപാത്രമായത് അമീർ ഖാൻ തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ട ഒന്ന് സൗബിൻ. എല്ലാവരും പറഞ്ഞ പോലെ സൗബിൻ അടിപൊളിയായിട്ട് ചെയ്തു. സെക്കൻഡ് ഹാഫ് മുഴുവൻ പുള്ളി അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുപോയി. പുള്ളിയുടെ ആ സ്ലാങ്ങും ആകപ്പാടെ മലയാളം തമിഴും കലർന്ന രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നതെങ്കിലും പുള്ളി അടിപൊളിയായിട്ട് തന്നെ തുടക്കം തൊട്ട് മൊത്തത്തിൽ ചെയ്തു. പിന്നെ മോണിക്ക സോങ് പടത്തിൽ അനാവശ്യ ഒരു സാധനമായിരുന്നു, ചുമ്മാ കുത്തിക്കെട്ടിയ പോലെ. നമ്മൾ ട്രെയിലറിൽ കണ്ടപ്പോൾ സൗബിന്റെ ഡാൻസ് ഒക്കെ മോണിക്കയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, പടത്തിൽ വന്നു കഴിഞ്ഞപ്പം ഒരു ഫീലും തരാത്തൊരു പാട്ടായി പോയത്. സൗബിന്റെ ഡാൻസും വലിയ ആ പടത്തിൽ ഒരു ആപ്പില്ലാത്ത സോങ് ആയതുകൊണ്ട് എനിക്കൊരു ഫീല് തോന്നിയില്ല. അത് ചുമ്മാ കുത്തിക്കെട്ടിയ പോലെ. എടുത്തു പറയേണ്ടത് ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ട് പടത്തിൽ, ശ്രുതിഹാസൻ അല്ലാണ്ട്. പുള്ളിക്കാരി കിടുക്കനായിട്ട് ചെയ്തു. സെക്കൻഡ് ഹാഫിലൊക്കെ പുള്ളിക്കാരിയുടെ കുറെ സംഭവങ്ങളുണ്ട്. അതൊരു ഹൈ മൊമെന്റ് ആയിരുന്നു. പുള്ളിക്കാരുടെ ആ സീനൊക്കെ ഭയങ്കര ഹൈ മൊമെന്റ് തന്നെയായിരുന്നു. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക്കും പവർ ബിജിഎം ഒക്കെ നല്ലതായിരുന്നു. പക്ഷെ ഇടയ്ക്കൊക്കെ എവിടെയൊക്കെ പാളിപ്പോയിട്ടുണ്ട് മ്യൂസിക് ഒക്കെ. ക്യാമറ ആണെങ്കിലും ഇത് രജനീകാന്ത് കുറെ സംഭവം ചെയ്തിട്ടും നമുക്കൊരു ഓറ കിട്ടുന്നില്ല. അതും മെയിൻ ഡ്രോബാക്ക് ആണ്. ശരിക്കും ലോകേഷ് ആ 2 മണിക്കൂർ ഇന്റർവ്യൂ കൊടുത്തു. അത്രയ്ക്കൊക്കെ കുറെ സംഭവങ്ങൾ ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു പടം കിട്ടിയേനെ. ഇതിന്റെ ഒരു കഥയുടെ ഒരു ഫ്ലാഷ് ബാക്കും അങ്ങനെ കുറെ പ്ലോട്ടുകളാണെങ്കിൽ പോലും നമ്മൾ കണ്ടുമടുത്ത കുറെ പടങ്ങളിലുള്ള പോലെയുണ്ട്. ഇടയ്ക്ക് മമ്മൂട്ടിയുടെ ഒരു പഴയ പടം, അതിന്റെ കുറെ സംഭവങ്ങളൊക്കെ ഫീൽ ചെയ്യും ആ ഒരു പോർഷൻ. അതൊക്കെ ഞാൻ പറഞ്ഞ സ്പോയിലറായി പോകും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അങ്ങനെ കുറെ ഫീലൊക്കെ വരുന്നുണ്ട്. ഇതാണ് ടോട്ടലി നമ്മൾ വലിയൊരു സംഭവം വിചാരിച്ചു പോയി. LC പോലെയോ അങ്ങനെയൊന്നും നമ്മൾ അത്രയ്ക്ക് വലിയ എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിലും ലോകേഷിന്റെ പടത്തിന് ഒരു മിനിമം ഗ്യാരണ്ടി അത് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ, അത് വിചാരിച്ചാണ് പോയത്.
പക്ഷെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര മടുപ്പായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫ് പടത്തിൽ തുടക്കം തൊട്ട് ഇൻട്രോയിൽ വരെ നമുക്കൊരു ഫീലും തോന്നുന്നില്ല. ഇൻട്രോ സോങ് ആണെങ്കിലും ഇൻട്രോ സോങ് ശരിക്കും ആ പേട്ടയിലെ ഒരു സംഭവം പോലെയൊക്കെയാണ് ഉദ്ദേശിച്ചത്, ഒരു മെൻസ് ഹോസ്റ്റൽ അങ്ങനെ ഒരു സംഭവമൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ആ സോങ് ഒരു സുഖമില്ല, രജനിയുടെ ആ ഡാൻസ് പെർഫോമൻസോ ഒന്നും ഒരു സുഖമില്ല. ഓക്കെ, പുള്ളിക്ക് വയസ്സായി, ഓക്കെ, ഭയങ്കര സ്ലോ ആയിട്ടുണ്ട് പുള്ളി ഡാൻസും ഫൈറ്റ് ഒക്കെ ചെയ്യുന്നതും. അതൊക്കെ പ്രായത്തിന്റെ ആയിരിക്കാം. പക്ഷെ ഇതൊക്കെ നമ്മൾ ജ്വല്ലറി കാണുമ്പോൾ, ജ്വല്ലറി ഇൻ കേസ് ഫൈറ്റ് ഇല്ല, ക്ലൈമാക്സിലാണ് പുള്ളിക്ക് ഒരു നല്ലൊരു ഫൈറ്റ് വരുന്നത്. പക്ഷെ ജ്വല്ലറിയിൽ നമുക്കൊരു നല്ല ഒരു ഓറ പോലെ വരുന്നുണ്ടായിരുന്നു ജ്വല്ലറിൽ. അതേപോലെ തന്നെയാണ് പുള്ളിക്കും ലോകേഷിനും രജേന്ദ്രനും നല്ലോണം യൂസ് ചെയ്യാൻ പറ്റിയില്ല. കോഹ്ലി എനിക്ക് മൊത്തത്തിലൊരു ശരാശരി അനുഭവം തന്നെയായിരുന്നു. നിങ്ങൾ പടം കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. വീണ്ടും കാണാം അടുത്ത റിവ്യൂമായി.